ഉമ്മച്ചിയെ ഉപ്പച്ചി ഇങ്ങനെ പുലിനെയും പേടിച്ച് മീൻ കച്ചവടത്തിന് പോവാണ്ടിരുന്നാൽ എങ്ങനെയാ? ഓ, മീൻ കച്ചവടത്തിന് പോവാത്ത കാര്യം പോട്ടെ റസിയ. പൊരയിലേക്ക് മാണ്ടിയ സാധനങ്ങളെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നൂടെ? അരിയില്ല, പഞ്ചാരല്ല, ഉപ്പില്ല, മുളകില്ല. അല്ല, രാത്രി രാവിലെ പുറത്തിറങ്ങാതിരിക്കുന്ന പേടിച്ചിട്ടാണെന്ന് മനസ്സിലാക്ക. ഈ നട്ടുച്ചൊക്കെ പേടിച്ച് വരച്ച് അകത്തിരിക്കുന്ന ഉപ്പച്ചിനെ വലിച്ച് പുറത്തേക്ക് ഇട വേണ്ടേ? അനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരും സാധനങ്ങള്. ഞാൻ പോല. അന്നപ്പ അണക്കും പേടിയാണ്. അല്ല, പുലിയെ പിടിച്ചിട്ടല്ല, പിന്നെ ആലന്മാരെ പിടിച്ചിട്ടാ. കൊത്തിപ്പറിക്കുന്ന നോട്ടും കമന്റേടിയും കടക്കാരന്റെ ഒലിപ്പിക്കല് വേറെ. അതുകൊണ്ടൊക്കെയാ. അന്നപ്പ പുലിനെ തീരെ പേടിയില്ല? ഏയ്, എനിക്ക് തീരെ പേടിയില്ല. പുലിമുരുകൻ കണ്ടതോടെ എനിക്ക് നല്ല ധൈര്യം വെച്ചിട്ടുണ്ട്. പുലിമുരുകനിലെ പുലിന്റെ അതേ ഒച്ച. പുലി വന്നിക്കണേ, പുലി നമ്മളെ തിന്നാൻ വന്നിക്കണേ. എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ? പുലിന്റെ കണ്ണില് മുളക് പൊടി എടുത്തിട്ടാലോ? അല്ലോ, അതിനൊന്നും പുലി സമയത്തല്ലോ അമ്മച്ചിയെ. അപ്പോഴേക്കും പുലി വന്ന് നമ്മളെ കടിച്ചു കയറിയിരിക്കുവോ? അല്ലോ, ഇനി നമ്മൾ എന്താക്കൂ? എന്നാലും നമുക്ക് ഉപ്പച്ചിന്റെ അടുത്തേക്ക് പോവാ. അന്റെ പേടിത്തോണ്ട ഉപ്പന്റെ അടുത്തേ പോകുമ്പോഴത്തേക്ക് നമ്മളെ പുലി പിടിക്കൂലേ? അല്ലെങ്കിലും ആ വാതിൽ തുറന്നിട്ട് മാണ്ടേ ഉമ്മത്തൂടെ മാണ്ടേ പോവാൻ ഉപ്പന്റെ അടുത്തേക്ക്? അന്നപ്പോ പുലി ആ വഴിക്ക് വന്നാലോ? ഇനി നമ്മൾ ഇത് ഞാനാണ് തത്ത ഷുക്കൂറ്. ഞാനിങ്ങനെ ധൈര്യം പരീക്ഷിച്ചല്ലേ. നാടൊട്ടുക്കും പുലിപ്പേടി പറിക്കുമ്പോഴാ ഈ നമ്മളെ ധൈര്യം പരീക്ഷിക്കണല്ലേ? കുറച്ചു നേരത്തേക്ക് ഇഞ്ച പള്ളയിൽ ഒരാളായിരുന്നു തീർന്നു തന്നെ നമ്മൾ വിചാരിച്ച്. ഒന്ന നമ്മളുണ്ടല്ലോ, ഒന്നോ നാട്ടില് പുലിണ്ടെന്ന് ഉറപ്പായി തത്ത. പല സ്ഥലത്തും CCTV പുലിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. കാണോ? ഇതാണ് നമ്മളെ നാട്ടിൽ സ്വൈരവിഹാരം നടത്തുന്ന പുലി. ഇത് നമ്മളെ നാട് തന്നെയാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. അത് വീഡിയോ കാണുമ്പോ അങ്ങനെ തത്ത. നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളൊക്കെ വേറെ എവിടെയോ ആണെന്ന് തോന്നും. ഇത് വല്ലാത്തൊരു പുലി എന്നിട്ടോ. ഇതിന്റെ പള്ള നോക്കുമോനെ, 3-4 ആൾക്കാരെ അകത്താക്കിയിട്ടുള്ള വരവാണെന്ന് തോന്നി. അതുകൊണ്ട് ആരും മോദിക്കും രാത്രിക്കും ഒന്നും പുറത്തിറങ്ങാൻ നിൽക്കരുത്. നല്ല പുലർച്ചക്കും ഇറങ്ങണ്ട. ഞാനിത് കാണിച്ചു തരാനാ വന്നത്. ഇവിടുത്തെ പല വീടുകളും പോയിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മയ്യത്ത് പോലും നമുക്ക് കാണാൻ പറ്റൂല. എന്നാലേ ഈ പോയിട്ട് എല്ലാരോടും വിവരം പറയേ, വീഡിയോയും കാണിച്ചു കൊടുക്ക്. പുലീന്റെ മാതിരി ഒച്ച ഉണ്ടാക്കിട്ട് ആരെയും പേടിപ്പിക്കാൻ നിൽക്കരുത്. ഹാർട്ടിന് സൂക്കേട് ലൈറ്റിങ്ങളൊക്കെ ഉണ്ടാവും. അന്നപ്പോ കാലിയായി പോകും മോനെ. അപ്പൊ ശരി താത്ത. പിന്നെ ഇവിടെയുള്ള ആണുങ്ങളൊക്കെ പേടിത്തൊണ്ടന്മാര്. പത്രക്കാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ ഈ കണ്ടിട്ട് വേണം ഫോറസ്റ്റുകാർ അങ്ങോട്ട് എത്തിക്കാൻ. ഞാനേ ഉള്ളൂ ആണൊരുത്തനായിട്ട് ഇവിടെ നല്ലേ ഇത്താത്ത പറയുന്നത്. അല്ല, അങ്ങനല്ലേ നമ്മൾ പറഞ്ഞേ. അന്റെ ധൈര്യം നമ്മൾ കൊറേ കണ്ടില്ലേ മോനെ. അപ്പൊ ചോറ് വെച്ചിട്ട് പോയല്ല താത്ത. ചോറ് വെച്ചിട്ട് നമ്മൾ പോണില്ല. അപ്പൊ ചെല്ലി. പുലിന്റെ കാര്യം പറഞ്ഞപ്പോ ചോറില്ലാന്ന് പറഞ്ഞാല്. ചോറില്ലേ ഈ ചെല്ലി. മനുഷ്യനെ പേടിപ്പിച്ചിട്ട് പിന്നെ അവന് ചോറും കൂടി മാണെന്നേ.